രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം സഭാരേഖകളിൽ നിന്ന് നീക്കിയത് ചോദ്യം ചെയ്ത് പ്രതിപക്ഷം. എന്തുകൊണ്ട് രാഹുലിന്റെ പ്രസംഗം മാത്രം നീക്കിയെന്ന് കെ.സി. വേണുഗോപാൽ. പറഞ്ഞത് വാസ്തവമെന്നും സത്യത്തെ നീക്കാനാവില്ലെന്ന് രാഹുൽ. നന്ദി പ്രമേയ ചർച്ചയിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി പറയും. കേരളത്തിൽ നിന്നുള്ള പുതിയ എംപിമാർ രാജ്യസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കേരളത്തിലെ പകർച്ചവ്യാധി വ്യാപനം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം വ്യാപിക്കുകയാണെന്ന് ടി.വി. ഇബ്രാഹിം എം.എൽ.എ. കേട്ടിട്ട് പോലുമില്ലാത്ത രോഗമുണ്ടാകുന്ന സ്ഥലമായി കേരളം മാറിയെന്ന് വി.ഡി. സതീശൻ. സാർ, ഇന്ന് കേരളം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ കേരളം ലോകത്തുള്ള ഏതു പകർച്ചവ്യാധി വന്ന് പിടിക്കണമെങ്കിലും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഏത് രോഗമുണ്ടാകുന്നതിനും ഉള്ള ഒരു പ്രോൺ ഏരിയയായി കേരളം മാറി. മഞ്ഞപ്പിത്തത്തിനെതിരെ ബോധവൽക്കരണം ശക്തമാക്കിയെന്ന് ആരോഗ്യമന്ത്രി. എല്ലാ മാസവും മന്ത്രിതലത്തിൽ സംസ്ഥാനത്തെ പകർച്ചവ്യാധി പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നേതൃത്വം നടത്തുന്നതിനും ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക പരിശീലനവും ഓരോ വിഭാഗങ്ങളിലായി തുടർച്ചയായി നൽകി വരുന്നുണ്ട്. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. മൂന്നാർ ഗ്യാപ് റോഡിൽ വീണ്ടും അപകടയാത്ര. തെലങ്കാന രജിസ്ട്രേഷൻ കാർ കസ്റ്റഡിയിലെടുത്ത മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കും. കോഴിക്കോട് മാളിക്കടവ് തണ്ണീർപ്പന്തൽ റോഡിന്റെ തകർച്ചയിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. പരാതി പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. കേരള വിഷൻ ന്യൂസ് ബിഗിംഗ് ബാറ്റ്. തകർന്നു തരിപ്പണമായി മലപ്പുറം പരപ്പനങ്ങാടി കൊടപ്പാളി റോഡ്. ഇത് റോഡാണോ തോടാണോ കുളമാണോ എന്നൊന്നും മനസ്സാകാത്തൊരു സാഹചര്യമാണുള്ളത്. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പര. നവ കുഴിയടയ്ക്കാൻ. AKG സെന്റർ ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന 2ാം പ്രതി അറസ്റ്റിൽ. സുഹൈൽ ഷാജഹാൻ പിടിയിലായത് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന്. ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനെന്ന് അന്വേഷണ സംഘം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായത് അടിത്തറ ഇളക്കിയ പരാജയമെന്ന് CPM. ഒരു സ്വാധീനവുമില്ലാത്ത മേഖലകളിൽ BJP വോട്ടുയർത്തി. CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും വോട്ട് ചോർച്ചയുണ്ടായി. പരാമർശം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിൽ.